ലീഗുമായുള്ള പി.വി. അൻവറിന്റെ രണ്ടാം ചർച്ചയിലും സമവായമായില്ല. UDF യോഗ തീരുമാനങ്ങളാണ് ലീഗ് നേതൃത്വം അറിയിച്ചത്. നമുക്കിപ്പം അഷ്കർ അലിയുണ്ട്, ഒപ്പം റോഷിപാലുമുണ്ട്. അഷ്കർ അലി കരിമ്പ, ലീഗുമായിട്ടുള്ള രണ്ടാമത്തെ ചർച്ചയിലും സമവായമായില്ല എന്നറിയുന്നു. പക്ഷേ പി.വി. അൻവർ പറഞ്ഞത് ലീഗുമായുള്ള എല്ലാ ചർച്ചയും ഫ്രൂട്ട്ഫുൾ ആണ് എന്നാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവായ ഒരു തീരുമാനം വരുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അയയുകയാണോ പി.വി. അൻവർ? അരുൺ, അത്ര പോസിറ്റീവ് അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ചുരുക്കി പറയേണ്ടത്. പ്രത്യേകിച്ച് ഇന്ന് ലീഗുമായി നടത്തിയ രണ്ടാം ചർച്ചയിലും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പി.വി. അൻവർ നടത്തുന്ന പ്രയോഗങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിലെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് നടന്ന UDF യോഗത്തിൽ ഉയർന്ന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ആ യോഗ തീരുമാനങ്ങൾ അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്തിരിക്കുന്നത്. അഥവാ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അസോസിയേറ്റ് ഘടകകക്ഷിയായി പി.വി. അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെ പരിഗണിക്കാം. ആദ്യഘട്ടത്തിൽ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി പരിഗണിക്കാം. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഔദ്യോഗികമായി പൂർണ്ണ ഘടകകക്ഷി എന്നുള്ള നിലയിൽ പരിഗണിക്കാം. അതുകൊണ്ട് തൽക്കാലം അസോസിയേറ്റ് ഘടകകക്ഷിയായി ഉൾക്കൊള്ളാൻ, ഇല്ലെങ്കിൽ അത്തരത്തിൽ UDF-നൊപ്പം നിൽക്കാൻ തയ്യാറാകണം, മത്സരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും വേണം. ഈ നിർദ്ദേശങ്ങളാണ് UDF-ന്റെ യോഗ തീരുമാനമായിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും PV അബ്ദുൽ വഹാബും ഒക്കെ തന്നെ പി.വി. അൻവറിന്റെ മുന്നിൽ വെച്ചത്. എന്നാൽ അക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടല്ല പി.വി. അൻവർ സ്വീകരിച്ചത്. മാത്രമല്ല, അത്തരമൊരു നിലപാടിലേക്ക് സ്വീകരിച്ചാൽ തന്നെ ഭാവിയിൽ ഔദ്യോഗിക ഘടകകക്ഷിയാക്കാമെന്നുള്ള UDF-ന്റെ ഇല്ലെങ്കിൽ കോൺഗ്രസോ UDF ഒക്കെ നൽകുന്ന ഈ ഉറപ്പ് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നതാണ് പി.വി. അൻവർ നിലപാട്. അതുകൊണ്ട് തന്നെ പി.വി. അൻവർ ആ നിലപാടിന് വഴങ്ങിയിട്ടില്ല. സ്വാഭാവികമായും ആ സമവായത്തിലെത്തിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും ഇപ്പോൾ നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു മുപ്പിളമ തർക്കമാണ് എന്ന് പറയേണ്ടി വരും. കാരണം പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പി.വി. അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെയും ഔദ്യോഗിക ഘടകകക്ഷിയായി പ്രഖ്യാപിക്കട്ടെ, അങ്ങനെയെങ്കിൽ ആര്യാടൻ ചൗക്കത്തിന് വേണ്ടിയും UDF-ന് വേണ്ടിയും പ്രചാരണത്തിനിറങ്ങും. UDF പറയുന്നതാവട്ടെ, ആദ്യം ആര്യാടൻ ചൗക്കത്തിനും UDF-നും വേണ്ടി പ്രചാരണത്തിനിറങ്ങട്ടെ, അപ്പോൾ ഔദ്യോഗിക കക്ഷിയായി പ്രഖ്യാപിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം ആര് വിട്ടുവീഴ്ച ചെയ്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ പ്രശ്നം ഏറ്റവും രമ്യമായി പരിഹരിക്കാനുള്ള ഏറ്റവും സാധ്യത കൂടുതൽ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രണ്ടു കൂട്ടരും വഴങ്ങുന്ന ലക്ഷണമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ലീഗുമായി നടത്തിയ ചർച്ചയും സമവായത്തിലാകാതെ പോകുന്നത്. ചർച്ചകൾ ഇനിയും തുടരുമെന്നുള്ള PV അബ്ദുൽ വഹാബിൻ്റെയും പി.വി. അൻവറിൻ്റെയും വാക്കുകളും ഈ സമവായമായി ഇന്നത്തെ ചർച്ചയിൽ സമവായമായിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ തെളിവുകൾ കൂടിയാണ്.